ഇന്ന് വിയറ്റ്നാമിൽ ഈ കുട്ടിന്റെ വീട്ടിലാണ് താമസിക്കാൻ പോണത്. ഞാൻ പോകുന്ന വഴിക്ക് ശക്തമായ മഴയത്തും മണ്ണിടിച്ചിലും പെട്ടു. ഞാൻ ഉരുൾപൊട്ടി വരുമോ, എനിക്ക് പേടിയാവുണ്ട്. ഓരോ സ്ഥലത്ത് വെള്ളം വരുന്നു നോക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ പുതിയൊരു വീഡിയോ തുടങ്ങാം. വിയറ്റ്നാമിലെ ഹനോയി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാനിപ്പോൾ സാപ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ കാണുന്ന ആൾ ഡോറിൽ തട്ടിയിട്ടാണ് ഞാൻ റെയിൽവേൻ്റെ ഈ റൂമിൽ നിന്ന് എണീറ്റത്. അങ്ങനെ അവിടെ നല്ല സുഖമായിട്ട് ഉറങ്ങി എണീറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇറങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അങ്ങനെ 6 മണിക്ക് ഇവിടെ ഇറങ്ങി ഇതപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലത്തെ റെയിൽവേ സ്റ്റേഷനും ഇതുപോലെ തന്നെ കേട്ടോ, കറക്റ്റ് അതേപോലെ തന്നെ. പക്ഷെ ഉള്ളിൽ ഭയങ്കര സെറ്റപ്പാണ്, ലക്ഷറിയസ് ആണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ ആളുകൾ പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരും പിടിച്ച ബോർഡും പിടിച്ച് നിൽക്കും. പക്ഷേ എൻ്റെ ആൾ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു ചായക്കടയിൽ ചായ കുടിച്ച് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് മെനു നോക്കിയപ്പോൾ ഇവിടുത്തെ ഒരു ബ്ലാക്ക് കോഫിക്ക് 35,000 വിയറ്റ്നാമത്തെ പൈസ. അതായത് നാട്ടിലത്തെ എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മനസ്സിലാവണില്ല. ഇവിടുത്തെ പൈസ നോക്കുമ്പോൾ എപ്പോഴും വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. നമുക്കൊന്നും കഴിക്കാനും തോന്നില്ല. ശേഷം എൻ്റെ കയ്യിൽ 40,000 നോട്ട് ഉണ്ടായിരുന്നു, 2 20,000. അത് കൊടുത്തിട്ട് ഞാൻ നല്ലൊരു കോഫി ഓർഡർ ചെയ്തു. അങ്ങനെ 35,000 രൂപ കൊടുത്തിട്ട് വന്ന കോഫി ഇത് എങ്ങനെ കുടിക്കണമെന്ന് മാത്രം എനിക്ക് മനസ്സിലാവണില്ല. നമ്മളാ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് ഇറങ്ങിയിട്ട് കേട്ടാ, ഒരു കറകറപ്പ് എന്തോ പോലെ. നമുക്കൊന്നും സെറ്റ് ആവില്ല അവിടുത്തെ ചായ. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ചെറിയ ഗ്ലാസ്സിൽ ആ ചൂടോടെ ചായ തന്ന് ആ കുടിക്കുന്ന ഒരു ഫീല് വേറെയാണ് കേട്ടോ. അതൊക്കെ വെളിയിൽ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യണത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇവിടെ കാണാൻ എല്ലാവരും ഒരേപോലെ ഉണ്ട്. ഓരോരുത്തരും കാണുമ്പോൾ ആളാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മളെ വിളിക്കാനായിട്ട് ഒരാൾ വന്നു കേട്ടോ. ഈ കാണുന്ന നേരെ പോണ വാനിലാണ് നമ്മൾ പോണത്. അങ്ങനെ വണ്ടി കയറിയിരുന്നു. ഊട്ടി പോലെയുള്ളൊരു മലയോര ഗ്രാമമാണ്, അവിടേക്കാണ് നമ്മളിപ്പോൾ പോണത്. പേര് സാപ്പ. ഇതാണ് വണ്ടീൻ്റെ ഡ്രൈവർ. അങ്ങനെ ഒരു 10-20 മിനിറ്റ് യാത്ര ചെയ്ത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട് നമ്മളെ ടൂറിസ്റ്റ് ഗൈഡ് വന്നിട്ടുണ്ട്. നമ്മൾ പാക്കേജ് എടുത്തതുകൊണ്ട് നമ്മൾ ഇയാളാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇവൻ്റെ ഓഫീസിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവൻ്റെ ഓഫീസ് എത്തി ഇനിയുള്ള ദിവസത്തെ യാത്രാ പ്ലാനുകളൊക്കെ പറഞ്ഞു തന്നൊരു പേപ്പറിലെല്ലാം എഴുതി തന്നിട്ട് ഇപ്പം എന്നെ ആദ്യം ഭക്ഷണം പോയി കഴിച്ചിട്ട് വാ, യാത്ര ചെയ്ത് വന്ന എല്ലാം ക്ഷീണം ഉണ്ടാവും എന്ന് പറഞ്ഞ് നേരെ വിട്ടാക്കി. ഭക്ഷണം കഴിക്കാൻ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രൂട്ട്സ് മാത്രമാണ് കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ടൂറിസ്റ്റ് ഗൈഡ് ഇതുപോലെ ഒരു ബുക്കിൽ ഞാൻ എങ്ങോട്ടൊക്കെ പോണ സ്ഥലങ്ങളൊക്കെ മാർക്ക് ചെയ്ത് എന്നെ നീ പോയിട്ട് വാന്ന് പറഞ്ഞ് വിട്ടാക്കി. അപ്പൊ ഞാൻ പോയ സ്ഥലങ്ങളുടെ ഒരു വീഡിയോ ചെറുതായിട്ടൊരു പാട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. അങ്ങനെ എല്ലാവിടെയും കറങ്ങി വന്ന് ഇവിടുത്തെ ആളുകൾ കോല് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുക. ഞാനും അതുപോലെ കോല് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു ചേച്ചി വന്നിട്ട്, ഹലോ ഇന്ദ്രജിത്ത്, ഞാനാണ് ഇനി ഞങ്ങളുടെ 2-3 ദിവസത്തെ കാര്യങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ ചെറിയ ബാഗിൽ ഒരു ജോഡി ഡ്രസ്സ് മാത്രം എടുത്താൽ മതി, വലിയ ബാഗ് ഇവരുടെ ഓഫീസിൽ വെക്കാൻ പറഞ്ഞു. നിങ്ങളുടെ വേണ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം ചെറിയ ബാഗിൽ വെക്കുക, ബാക്കിയൊക്കെ ഇവരുടെ ഓഫീസിൽ വെക്കാൻ പറഞ്ഞു. കാരണം 9ഓളം കിലോമീറ്റർ ഇനി നടന്നിട്ടാ പോകണം. ഈ വെയിറ്റ് തൂക്കി നടന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കയ്യും കാലും വേദന എടുക്കുമെന്ന് പറഞ്ഞു. എന്നെ വിളിക്കാൻ വന്ന ചേച്ചിന്റെ ഗ്രാമം മലയോരത്ത് നല്ല ഭംഗിയുള്ള ഗ്രാമമാണ്. ഇപ്പൊ അവിടേക്കാണ് ഞാൻ പോണത്, ഈ ചേച്ചിന്റെ വീട്ടിൻ്റെ അങ്ങോട്ട്. ഞാൻ ആ ചേച്ചിന്റെ അപ്പം 2 അടി വെക്കുമ്പോഴേക്കും നല്ല മഴ. അതുകൊണ്ട് ഒരു 100 രൂപന്റെ കോട്ട് എനിക്ക് ഇടാൻ തന്നു. ഈ ചേച്ചിന്റെ പേര് സൂ എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ സൂ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് നമ്മളെ അടിക്കും. പക്ഷെ ഈ ചേച്ചിന്റെ പേര് സൂ എന്നാണ്. മഴ. നമ്മൾ ഒരു ഗ്രാമത്തിൽ പോയിട്ടാണ് ഇനി മുതൽ താമസിക്കാൻ പോണേ. അപ്പൊ നമ്മളിനി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ചേച്ചിയാണ് കേട്ടാ. ഹായ്, വാട്ട് ഇസ് യുവർ നെയിം? സൂ ആണ് നമ്മുടെ ഇനി എല്ലാ കാര്യങ്ങളും നോക്കാൻ പോണേ കേട്ടാ. ഒറ്റയ്ക്കായതുകൊണ്ട് ഇവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് നമുക്കെല്ലാം പറഞ്ഞു തരുന്നു. നമുക്ക് ഹോം സ്റ്റേ എല്ലാം, നമുക്ക് ഫുഡൊക്കെ വെച്ചിരുന്നത് എല്ലാം സുഖമാണ്. അപ്പോൾ നല്ല മഴ, നല്ല കാറ്റും. 9 കിലോമീറ്ററോളം നടക്കണം, കാടും മലയൊക്കെ കയറിയിട്ട് നടക്കണം. അടിപൊളി മഴയാണ്. സൂവിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. എന്തോ ഇത് വെള്ളം, ഉരുൾപൊട്ടി വരുമോ, എനിക്ക് പേടിയാവുണ്ട്. ഓരോ സ്ഥലത്ത് വെള്ളം വരുന്നു നോക്ക്. മനുഷ്യന് പേടിയായിട്ട് വയ്യ. ഇവിടുത്തെ ശക്തമായ മഴയിൽ പെട്ടുട്ടോ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 9 കിലോമീറ്ററോളം നടക്കണം കേട്ടാ. 9 കിലോമീറ്ററോളം നടക്കണം ഗൈഡിങ് ഒക്കെ ചെയ്തിട്ട്. അല്ല, ഗൈഡിങ് അല്ല, ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി ഉണ്ട്. നമ്മൾ 9 കിലോമീറ്റർ കണ്ടവും പാടമൊക്കെ താണ്ടി കാട്ടുകൂടെയൊക്കെ നടക്കണം കേട്ടാ. ഒരു വില്ലേജിലാണ് നമ്മുടെ താമസം. വില്ലേജിൻ്റെ പേര് ഞാൻ മറന്നു, ടൈപ്പ് ചെയ്ത് കാണിക്കാം. 2 വെളിയിൽ നാട്ടിലത്തെ ആൾക്കാരുണ്ട് കേട്ടാ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടെ മഴയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പേടിയാണ്. വല്ലതും ആവുമോ, വെള്ളപ്പൊക്കം വരുമോ എന്നൊക്കെയാണ് പേടി. കാരണം മലകളല്ലേ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഇതെല്ലാം അവിടെ കാറുകളൊക്കെ അപ്പുറ സൈഡിൽ കൂടെ പോവുക.
ഇപ്പുറ സൈഡിൽ കൂടെ അങ്ങോട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സൈഡിൽ കൂടെ പോവും. ഈ നാട്ടിൽ നിന്ന് അപ്പുറ സൈഡിൽ കൂടെയാണ് ഇങ്ങോട്ട് പോണത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. പാൻറ്റൊക്കെ നടന്നു നനഞ്ഞ്. ഇതുപോലെ ഉള്ള ഏരിയക്കാണ് ഇനി നടക്കേണ്ടത്. ഫുള്ള് അങ്ങനത്തെ ഏരിയസാണ്. നോക്കി നടക്കണം, കാലൊക്കെ വഴുതുണ്ട്. എനിക്ക് അവിടുത്തെ ഒരു പശുത്തൊഴുത്ത് കണ്ടുട്ടോ, നമ്മുടെ നാട്ടിലത്തെ പോലെ. അതൊക്കെ ഇവര് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഡെയിലി കാണുന്നതാണ്, എന്നാലും കാണിച്ചതാണ് ഞങ്ങളെ. കുത്തനെയുള്ള ഇറക്കമാണ്. ഇവിടെയൊക്കെ വഴുതി വീണ്ടായിരുന്നു, സ്ലിപ്പായി പോണു. ഇനി ഇതുപോലെ തന്നെയുള്ള ഇറക്കമാണ്. ഉള്ളവർക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടാ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരു ബൈക്ക് പോകണേട്ടാ, ബൈക്കുകാരനൊക്കെ സിമ്പിളായിട്ട് കയറി പോണേ, വളരെ സിമ്പിളായിട്ട് കയറി പോണേ കേട്ടാ. ഇപ്പിടിച്ച ഓ കയ്യപ്പോ ബ്രദർ, നമ്മുടെ കൈ മുറുക്കനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അമ്മ, അറിയാത്തൊരു അമ്മയാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടാ. അടിപൊളിയായിട്ടുണ്ട് ആളുകൾ. വിയറ്റ്നാമിൽ എല്ലാവരും അടിപൊളി പേഴ്സണാണ്. വഴുതിക്കൊണ്ടേ നടക്കുകയാണ് പയ്യെ. വീഴാണ്ടിരുന്നാൽ മതി. താങ്ക് യു മാ, താങ്ക് യു. ആ ഇന്ത് മാസും കെ മാമാക്കു മാമാസൻ മാമാക്കു. ഓഹോ മാമാക്കു മാസു സു. ആ ശരി, ഒരു സു ഷോങ്. ആ പിന്നെ പേരൊക്കെ അടിപൊളിയായിരുന്നു കേട്ടാ, അടിപൊളി പേര്. ഇത് വലിയ ഭംഗി നോക്കി, എൻ്റെ അമ്മോ വേറെ ലെവല്. സ്കൂൾ വിട്ടൊരു പയ്യൻ വീട്ടിൽ പോവാണ് കേട്ടോ, കൊടയൊക്കെ എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട്. ഹായ്. ഇതും ചെറുതായിട്ടാ, കുഞ്ഞ വഴിയായി. നമ്മുടെ നാട്ടിലത്തെ ചെറിയ ഇടവഴി പോലെയായി. കാഴ്ചകൾ പക്ഷെ അടിപൊളിയാണ് കേട്ടോ, കാഴ്ചകൾ അടിപൊളിയാണ്. ചെറിയൊരു മഴയുണ്ട്, ചെറിയ വഴി, വിയറ്റ്നാമത്തെ ഒരു രാജ്യങ്ങൾ, ഇതൊക്കെ കണ്ട് ഇതൊക്കെ സ്വപ്നമാണ്. ഇങ്ങനെ പണ്ട് സഫാരി ടി വിയിൽ കാണുമ്പോൾ നമ്മളും പോവും എന്നൊക്കെ ഉള്ളൊരു, എപ്പോഴെങ്കിലും പോകുന്നതൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റി, അടിപൊളി കേട്ടാ. എത്ര നേരം വന്ന് ഈ വഴിയും കഴിഞ്ഞ് വീണ്ടും പാലം, ചെറിയൊരു പാലം കഴിഞ്ഞ് പിന്നെ ചെറിയ വഴിയായി, തീരെ ചെറിയ വഴിയായി. കണ്ട നമ്മുടെ അവിടുത്തെ നെല്ല് പോലത്തെ നെല്ലാണ് കേട്ടാ. പിന്നെയും കുഞ്ഞ വഴിയായി. ഓ ഈ വഴി കൂടെ പോകുന്നതിൻ്റെയൊക്കെ അവസ്ഥ ആലോചിക്കുക. ഇവിടുത്തെ ആളുകളുടെ പെട്ടെന്ന് വല്ല എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലോ, ഹോസ്പിറ്റൽ കേസ് വന്നാലോ, ഇവർ ഡെയിലി ഇതുപോലെ നടന്നിട്ടല്ലേ പോണ്. ഇതിൻ്റെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ എന്തോ പോലെ കേട്ടോ. ഭയങ്കര സമ്മതിക്കണം. പിന്നെ ചെറിയ ചെറിയ ഇനിയുണ്ട് 6 കിലോമീറ്റർ നടക്കാൻ. ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ടൗണിക്കൊക്കെ വരണം എന്ന് പറഞ്ഞാൽ ഇവർ ഇതുപോലെ നടക്കണ്ടേ. ചളുപ്പിള്ള് റോഡ്. എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. നമ്മുടെ സൂ എന്ന ചേച്ചിൻ്റെ വീട്ടിലേക്ക് 2 ഇംഗ്ലണ്ടുകാരും കൂടെ ഉണ്ട് കേട്ടോ. അവരാണ് ആദ്യം മേലെ നടക്കുന്നത്. മൊത്തം 3 പേരാണ് ആ ചേച്ചിൻ്റെ വീട്ടിൽ താമസം. ഇവിടുത്തെ ആൾക്കാർ ചെറുതായിട്ട് ചായ കുടിക്കാൻ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പം അടച്ചിരിക്കുന്നത് കണ്ട, കൊക്കക്കോള ചായ എല്ലാം ഉണ്ട്. നമുക്ക് നടക്കണം ഇനിയും കിലോമീറ്ററോളം. കുറേ നടന്ന് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് ഡ്രിങ്ക് കുടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റുകളുണ്ടോ? മാംഗോ സ്മൂത്തി 60,000, എല്ലാത്തിനും 50,000 40,000 ഉണ്ട്. ഞാൻ അടുത്ത വില കൺവേർട്ട് ആക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ട് എത്രയെന്ന് അറിയില്ല, അത് ഗൂഗിൾ അടിച്ച് നോക്കണം. ഇപ്പോൾ ചെറിയൊരു ഇരിക്കണ സ്പേസാണ്. അവിടെ ഒരു ചെങ്കോടിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഗ്രാമങ്ങൾ, മലകൾ, അവിടുത്തെ റെസ്റ്റോറൻറ്റ് അടിപൊളി. ഇത്രയും ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് കേട്ടോ. എന്തായാലും അടിപൊളി, വേറെ ലെവല്. മാരെ ഓരോന്ന് പറഞ്ഞ് ഇത് എടുപ്പിച്ചു കേട്ടോ. വേറെ അമ്മ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്, ഗേൾ ഫ്രണ്ടിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് 1 ലക്ഷം. This girlfriend not use them. Girlfriend not using this. Only this one, mama. No, only this one, mama. സോറി മാമ. അങ്ങനെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഒരു തേങ്ങാ ജ്യൂസ് വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. തേങ്ങാ വെള്ളം ജ്യൂസ് വാങ്ങിച്ചിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അവിടെ ആവറേജ്, വലിയ കാര്യമില്ല. വാങ്ങിച്ചതിന് കുടിച്ചതിൻ്റെ ഇതിന് പൈസ കൊടുത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അതിന് 60,000 നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്ത്, അവിടെ 60,000 1 ലക്ഷം രൂപ കൊടുത്ത്. അപ്പോൾ ബാക്കി ഇപ്പോൾ 40,000 രൂപ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. 40,000 ഡോങ്സ്. ഓക്കെ, താങ്ക് യു ബ്രോ.
പിന്നെ ഒരു കാര്യം, ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇതുപോലെ ഒരു അമ്മമാർ പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഇതുപോലത്തെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നതാണ്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതുപോലെ ചരട് ഫ്രീ ആയിട്ട് എനിക്ക് കയ്യിൽ കെട്ടിത്തന്നു, ഞാൻ 2 പേഴ്സ് വാങ്ങിച്ചത് കൊണ്ട്. എന്നാൽ ഈ അമ്മമാർ ഇതുപോലെ കാടും മേടും കയറിയിട്ട് ഇതുപോലെ ഇത്രയും ദൂരം വന്നത് സമ്മതിക്കണം. ഈ ഒരു പയ്യൻ സ്കൂളിൽ പോയിട്ട് വരികയാണെന്ന് വിചാരിച്ചത്, പക്ഷെ അവൻ ഇതുപോലെ വിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവൻ്റെ ചെറിയൊരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ പോവാണ്. ഇവിടെ കുറേ ബിൽഡിങ്ങുകൾ മുകളിൽ കെട്ടുന്നുണ്ട്. ഇത് കൂടെ ഒക്കെയാണ് തോന്നുന്നത് അതിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകുക. എന്തായാലും അതിൻ്റെ മുകളിലൊക്കെ ബിൽഡിങ്ങുകൾ കിട്ടുന്നുണ്ട്, സമ്മതിക്കണം. ഓരോ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് താമസിക്കേണ്ട റൂമുകളാണ് തോന്നുന്നത്. ഞാൻ നടക്കുന്ന വഴിയിൽ ഞാൻ വരുന്നതിന് മുമ്പ് മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുകയാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ അവിടെ എത്തിയില്ല. നമ്മളൊക്കെ ഒരു അരുവി പോലെ വലിയ തോടും ഇതിപ്പോൾ നടക്കില്ല. എത്താറായി, പിന്നെ 2 കിലോമീറ്ററും കൂടി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇവിടെ കുറേ പൊടിപ്പിള്ളേരിക്കുന്നുണ്ട് ഈ നാട്ടിലത്തെ. അവരൊരു മാംഗോ ജ്യൂസിന് വേണ്ടി അടി ഉണ്ടാക്കുകയാണ്. അടി 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 മാംഗോ ജ്യൂസ്. ലാസ്റ്റ് അവൻ സ്വന്തമാക്കിയത്. അടിപൊളി. കയ്യിലുണ്ടെങ്കിൽ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും എക്സ്ട്രാ. ഇതാ ഒരു അമ്മയും കുട്ടിയും പോകണം. ഇതാ അവനെ ഓടണു. അവൻ സ്വന്തമാക്കിയിട്ട് മൊത്തം കുടിച്ചു തീർത്തിട്ട് ഓടുകയാണ്. അവനാൾ കൊള്ളാം. ഇതുപോലൊരു പാലം, നല്ല ഭംഗിയുള്ള പാലം കടന്നിട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. എൻ്റെ നാട്ടിൽ ഇതുപോലെ ഒരു പാലമുണ്ട്, തോട്ടുപാലം എന്നൊക്കെ പറയും. കണ്ണമ്പ്ര കാരപ്പറ്റ തോട്ടുപാലം ആ ഒരു ഭാഗത്ത്. ഇങ്ങനത്തെ അല്ല, വേറൊരു പാലമാണ്, വെള്ളം പോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഏകദേശം അത് അവിടെ എത്തിയൊരു ഫീൽ കിട്ടാം പെട്ടെന്ന്. നല്ല അടിപൊളിയുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ ചെറിയൊരു വില്ലേജിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂ എന്ന് പറയുന്ന ചേച്ചി അവിടെയുള്ള ആളുകളായിട്ട് സൗഹൃദം സംസാരിക്കുകയാണ്, ഡെയിലി വിശേഷങ്ങൾ. അതവിടെയൊക്കെ വീടുകളുണ്ട്, അവിടെ ചെറിയ വീടുകൾ, അതൊക്കെ ഹോം സ്റ്റേ പോലത്തെ ആളുകൾ. പിന്നെ ഒരു സ്കൂട്ടർ, ഇവിടെയുള്ള ആളുകൾ കൂടുതലും സ്കൂട്ടറായി യൂസ് ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ ഇനിയും ഞങ്ങൾക്ക് നടക്കാനുണ്ട്, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് 2 കിലോമീറ്ററിൻ്റെ അടുത്ത്. That's hard to tire and that's too angry. Yeah, but not too much. Yeah. അങ്ങനെ ഏകദേശം 9 കിലോമീറ്റർ 2 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഈ ഗ്രാമത്തെത്തിയത്. ഇവിടെയാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. ചളിയും മണ്ണും മഴയായതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. നമ്മൾ ഇവിടുത്തെ ഒരു വില്ലേജ്, ഒരുവിധം വലിയ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട്. അവിടെ എന്തോ കല്യാണം നടക്കേണ്ടത് തോന്നുന്നു. എല്ലാം ഡെക്കറേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ സൂക്കേരി കമ്പനിക്കാരനെ കിട്ടിയപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പോവുകയാണ്. ഇത് അവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. മുട്ടുംകാലൊക്കെ വേദനിച്ചിട്ട് വയ്യ, നല്ല മുട്ടുംകാലൊക്കെ വേദനിച്ചിട്ട് വയ്യ. ആകെ നടന്ന് മനുഷ്യൻ്റെ ഊപ്പാട് ഇളകി. മറ്റേ വലിയ ബാഗും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നിട്ടൊക്കെ പയ്യെ വരുള്ളൂ. അയ്യോ, 2 ഇംഗ്ലണ്ടുകാരും കൂടെ നമ്മുടെ ഒപ്പം ഉണ്ട് കേട്ടോ. അവർ വേറെ നമ്മുടെ അതേ റൂമിൽ വീട്ടിൽ താമസിക്കാനാണ്, വേറെ റൂമിൽ. കാലിൻ്റെ ഊപ്പാട് ഇറങ്ങി നടന്ന് വയ്യ. ഇവിടെയാണ് താമസിക്കാൻ പോണത്, സാപ്പ മൈ ഹോം സ്റ്റേ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഇത് സൂവിൻ്റെ ഹോം സ്റ്റേ ആണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ശരിക്കും ഒരു വീടാണെന്ന് വിചാരിച്ചു. ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ. ആഹാ, എന്താ ഭംഗി. നമ്മുടെ റൂം എത്തി. ഇതാണ് റൂം, നല്ല റൂം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ റൂമിൻ്റെ വെളിയിൽ കാഴ്ച നോക്ക്. റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച അതാണ്. ഫ്ലാഷ് ഓൺ ആക്കണം. അതാണ് കാണുന്ന കാഴ്ച. അടിപൊളി, നല്ലൊരു വില്ലേജ്, വിയറ്റ്നാം വില്ലേജും ഗ്രാമങ്ങളും. ആഹാ. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിലത്തൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളാണ് കേട്ടോ. സ്വിച്ചൊക്കെ ഇങ്ങനെ ഓൺ ഓഫ് ഇങ്ങനത്തെയാണ്. അത് കഴിഞ്ഞ് ബാത്റൂമും നല്ല അടിപൊളി, നല്ല നീറ്റ് ബാത്റൂം. കുഴപ്പമില്ല, വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നന്നായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു 6 മണിയാകുമ്പോഴേക്കും ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോയി. ഇതാണ് ഇവിടെ എനിക്ക് ഇവർ തന്ന ഭക്ഷണം കേട്ടോ. ഒരുവിധം കുഴപ്പമില്ല. ഞാൻ ആ ഇംഗ്ലണ്ടുകാരൻ്റെ ഒപ്പം ഇരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദിവസം അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല ഉറക്കം ഉറങ്ങി. ഇപ്പോൾ രാവിലെ എണീറ്റിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഇപ്പോൾ എണീറ്റുള്ളൂ. വെളിയിലത്തെ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അതാണെന്ന് പറഞ്ഞ നല്ല ഭംഗിയുള്ള സ്ഥലം. ഒരു കാണുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ള ഒരു പ്രത്യേക പോസിറ്റീവ്നെസ് ആണ് ഇത് കാണുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ അത് കുറച്ച് ആസ്വദിച്ചിരിക്കുമ്പോഴേക്കും നമ്മുടെ സൂ വരികയാണ് കേട്ടോ. നമ്മുടെ ഗൈഡ് ചേച്ചി സൂ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. ഹായ്. ഓക്കെ. അങ്ങനെ രാവിലെ ദോശ പോലത്തെ എന്തോ ഒരു പലഹാരം കഴിച്ച് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ സൂവിൻ്റെ ഹോം സ്റ്റേന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ 6 കിലോമീറ്ററോളം നടന്നിട്ടാണ് പോകുന്നത്. 6 കിലോമീറ്റർ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ടാക്സി കിട്ടും. ആ ടാക്സിയിൽ നമ്മുടെ ബാഗ് വെച്ച അവിടേക്കാണ് ഇനി പോകാൻ പോകുന്നത്. പോണ വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളാണ് കാണുന്നത്. ഇത് കണ്ട ചിക്കനിൽ ഈച്ച വരാണ്ടിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു സംവിധാനമാണിത്. ചെറിയ പിള്ളേരെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ. അടിപൊളി കേട്ടാ. ടാറ്റാ. നോ അടിപൊളി കേട്ടാ. ആ ഒരു ഗ്രാമം നോക്കി, നമ്മുടെ ഒരു
ചില ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യണത്. നിരന്ന് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ പാലക്കാടിൽ കാണുന്ന പോലെ ഉണ്ടാവും. ദൂരെ മല, അടിപൊളിയുണ്ട്, നന്നായില്ലേ കേട്ടാ. ഇത്രയും കയറി വന്ന് നടന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അയ്യോ, ഇതാണ് റെസ്റ്റ് എടുക്കുന്ന ഏരിയ കാണാനേ എന്താ ഭംഗി, വേറെ ലെവൽ കേട്ടാ. അങ്ങനെ ഓരോ കിലോമീറ്റർ നടക്കുമ്പോഴും ഇതുപോലത്തെ ഓരോ റെസ്റ്റ് എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഇതുപോലെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. ചില ഭാഗത്ത് നടന്നിരിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് സമയം പോകാനായിട്ട് ഓരോ കുട്ടികളുണ്ടാവും. അങ്ങനെ നമ്മൾ നടക്കുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞിടവഴിയാകുമ്പോൾ വഴുതാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അമ്മമാർ കൈ തന്നിട്ട് എന്നെയും അതുപോലെ തന്നെ 2 ഇംഗ്ലണ്ടുകാരനെയും സഹായിക്കുന്നുണ്ട്. തീരെ കുഞ്ഞിടവഴികൾ, കാടുകൾ, അതുപോലെ തന്നെ വെള്ളച്ചാട്ടം ഉള്ള വഴി, ഇതെല്ലാം നടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ 6 കിലോമീറ്റർ നടന്നപ്പോൾ ഒരു ടാക്സി കണ്ടപ്പോൾ ഇതിൽ കയറിയിട്ട് നമ്മുടെ ബാഗ് വെച്ച ഓഫീസിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. പകുതി വെച്ച് വേട പറഞ്ഞ് പോവാണ്, പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാഗ് വെച്ച അവിടെ എത്തി ബാഗിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മുടെ ഇംഗ്ലണ്ടുകാരനോട് ബൈ പറയുമ്പോഴേക്കും വേറൊരു ഗൈഡ് ചേച്ചി വന്നിട്ട് നമ്മൾ കാറ്റ് വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് പോവുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോവാണ്. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇതുപോലെ നടക്കുമ്പോഴേക്കും വവ്വാലുകൾ, അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ചിട്ടുണ്ടാവും. എന്തായാലും ഒരുപാട് കടകളുണ്ട് ഇവിടെ. നമ്മൾ നടന്നൊരു വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണ്ട. അവിടെ നിറയെ കടകളുണ്ട്, ഇഷ്ടം പോലെ. ഒരു വില്ലേജിന്റെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടാ. ഒരു കാറ്റ് വില്ലേജ് എന്ന് പറയുന്ന ഒരു വില്ലേജ്, ഒരു ഭംഗി നോക്ക്. മനോഹരമായ അധികം വെള്ളമില്ലാത്തൊരു അരുവി, ആ അരുവിനെ അപ്പുറത്തും ഇപ്പുറത്തും ബന്ധിച്ചിരിക്കുന്ന ഒരു പാലം, പിന്നെ ഒരു വെള്ളച്ചാട്ടം, അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ ഒരുപാട് വെറൈറ്റി രീതിയിലുള്ള കടകൾ, പൂക്കള്, നടപ്പാത, വെള്ളച്ചാട്ടം, ഇവിടുത്തെ ആളുകളുടെ പരമ്പരാഗതമായ ഡാൻസ്, പാട്ട്, പ്രോഗ്രാംസ്. അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ട് ഒരുവിധം എല്ലാം ആസ്വദിച്ച് കണ്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരികയാണ് കേട്ടോ. ഇന്ന് ഒരുപാട് നടന്നു, കാലുവേദനയുണ്ട്. കൂടാതെ ഒരുവിധം സാപ്പ എന്ന് പറയുന്ന നഗരത്തിൽ വന്നിട്ട് മെയിൻ ആയിട്ടുള്ള എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് നടന്ന് നമ്മുടെ റൂം എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ഒരുപാട് നടന്നിട്ടുണ്ട്, നല്ല കാലുവേദനയുണ്ട്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നല്ലൊന്ന് കിടന്നുറങ്ങട്ടെ.